കല്ലു പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ണനെ അവിടെ ഒരിടത്തും കണ്ടില്ല. ഈശ്വര, ഏട്ടൻ ഇതെവിടെ പോയി? ചുറ്റിലും നോക്കിയെങ്കിലും കല്ലുവിനവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബാഗ് ഏട്ടനെ ഏൽപ്പിച്ചാണ് പോയത്. ഫോൺ വിളിക്കാനും പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവളുടെ അരികിൽ വന്നു. മോളെ, എന്താ ചേച്ചി? ഇത് മോളുടെ ബാഗാണോ? അവരുടെ കൈവശം കല്ലുവിൻ്റെ ബാഗുണ്ടായിരുന്നു. അതെ ചേച്ചി. മോളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇതിവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. അതെൻ്റെ ഭർത്താവാണ്. എപ്പോഴും ചേച്ചി പോയത്? മോൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞ് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് പോയതാ. എന്തെങ്കിലും ആവശ്യം വന്നു കാണുമെന്നോർത്ത് കല്ലു അവിടെ കിടന്ന ഒരു കസേരയിൽ പോയിരുന്നു. അല്പസമയം കൂടി നോക്കിയെങ്കിലും കണ്ണൻ എത്തിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കല്ലുവിനാകെ പരവശം പോലെ. ഭഗവാനെ, എൻ്റെ ഏട്ടൻ എന്തെങ്കിലും. അവൾ ഒരു തരത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. സ്കാനിംഗ് റിപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. പക്ഷെ ഏട്ടനെ കാണാഞ്ഞതുകൊണ്ട് അവൾക്ക് പേടിയായി. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. കാർ അവിടെ ഉണ്ടോ എന്ന് നോക്കുവാനായി. അവിടെ ചെന്നപ്പോഴും നിരാശയായിരുന്നു ഫലം. എൻ്റെ മഹാദേവ, ഇത്രയും സമയം കൊണ്ട് കണ്ണേട്ടൻ ഇതെവിടെ പോയി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ ഫോണിൽ ശോഭ വിളിച്ചത്. അമ്മേ, ആ മോളെ സ്കാനിങ് കഴിഞ്ഞോ? ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നും ഇല്ലമ്മേ. എന്താ മോളെ, നിന്റെ ശബ്ദം അടഞ്ഞതുപോലെ? എന്തു പറ്റി? കണ്ണൻ എന്തിയെ? ശോഭയ്ക്ക് പരിഭ്രമമായി. അതമ്മേ, ഏട്ടനെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഏ, കാണുന്നില്ലെന്നോ? അവനെവിടെ പോയി? അറിയില്ലമ്മേ, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആയി. എൻ്റെ ദൈവമേ, ഇനി അവനിതെവിടാ? മോളെ, നീ ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കാറിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനോ മറ്റോ പോയതാണോ? അമ്മേ, ഞാനിപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണ്. അത് പറഞ്ഞപ്പോൾ കല്ലു കരഞ്ഞു. മോള് വിഷമിക്കണ്ട, ഞാൻ ശ്രീകുട്ടിയെ സുനീഷിനെ ഒന്ന് വിളിക്കട്ടെ. ശോഭ തിടുക്കത്തി ഫോൺ കട്ട് ചെയ്തു. ചേട്ടാ, അടുത്ത് നിർത്തിയിട്ടിരുന്ന കാറിലെ ആളെ കല്ലു വിളിച്ചു. എന്താ മോളെ? അത് ഇവിടെ അല്പം മുമ്പ് ഒരു വെളുപ്പ് നിറമുള്ള സ്വിഫ്റ്റ് കാർ ചേട്ടൻ കണ്ടായിരുന്നോ? ആ, അതിൻ്റെ ആള് ആരെയോ ഫോണിൽ വിളിച്ചോണ്ട് ആ വണ്ടിയെടുത്ത് പോയല്ലോ മോളെ. ഒരുപാട് നേരമായോ? ഇല്ല, ഒരു 20 മിനിറ്റ്. അപ്പോൾ താൻ സ്കാനിങ്ങിന് കയറിയ സമയത്താണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് കല്ലുവിന് മനസ്സിലായി. ശ്രീകുട്ടിയുടെ കോൾ വന്നപ്പോൾ അവൾ വേഗം ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ കല്ലു. ശ്രീകുട്ടി, എവിടാ നീ? ഞാൻ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. കണ്ണേട്ടനെ കാണുന്നില്ല. നീ വിഷമിക്കാതെ. ഏട്ടൻ എന്തെങ്കിലും ആവശ്യം വന്നു പോയതാവും. എനിക്കാകെ പേടിയാവുന്നു. കല്ലുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ദേ ഒരു 10 മിനിറ്റ്, ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് വരാം. നീ അവിടെ നിൽക്ക്. ശ്രീകുട്ടി, ഏട്ടൻ. നീ സങ്കടപ്പെടാതെ, ഏട്ടൻ ഇപ്പോൾ വരും. ശ്രീകുട്ടി ഹോസ്പിറ്റലിൽ എത്തുവോളം അവളോട് സംസാരിക്കുകയായിരുന്നു. കല്ലു, നീ കരയാതെ. ഏട്ടൻ എന്ത് സംഭവിക്കാനാണ്? അവളുടെ തോളിത്തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും ശ്രീകുട്ടിക്കുള്ളം തേങ്ങുകയായിരുന്നു. തൻ്റെ കണ്ണേട്ടൻ എവിടെ പോയി എന്നറിയാതെ. വീട്ടിലെത്തിയപ്പോൾ കണ്ടു വാതിൽക്കൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയെയും. അവരെ കണ്ടതും രണ്ടാളും ഓടി വന്നു. വിളിച്ചിട്ട് കിട്ടിയോ മക്കളെ? ശോഭ കരയുകയാണ്. അവരെ കണ്ടതും കല്ലും പൊട്ടിക്കരഞ്ഞു. ശോ, ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ. അമ്മ ഇപ്പം കല്ലുവിനെ കൂട്ടി അകത്തേക്ക് ചെല്ല്. ഞാനും ശ്രീകുട്ടി ഇപ്പം വരാം. സുനീഷ് അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നെഞ്ച് തടവി നിൽക്കുകയാണ് രാജൻ. മോളെ, നീ അകത്തേക്ക് ചെല്ല്. ശോഭെ, മോക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ, അയാൾ ശോഭയോട് പറഞ്ഞു. വാ മോളെ. അവരവളെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി. എൻ്റെ കണ്ണേട്ടൻ ഇതെവിടെ പോയി? ഈശ്വര, ആൾക്ക് എന്തെങ്കിലും അപകടം. എൻ്റെ മഹാദേവ, ഒരാപത്തിലും കൊണ്ടുപോയി ചാടിക്കല്ലേ. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വീട്ടുകാരും അച്ഛമ്മയും ഒക്കെ മാത്രമേ ഉള്ളൂ. കല്ലു പേടിയോടെ ബെഡിലിരിക്കുകയാണ്. ഇടയ്ക്കെല്ലാം ഫോണെടുത്ത് അവൾ വിളിച്ചു നോക്കി. പക്ഷെ നിരാശയോടെ അവൾ ഫോൺ ബെഡിലേക്ക് വെച്ചു. ഈ സമയത്ത്
ശ്രീകുട്ടിയും സുനീഷും കൂടി ഹോസ്പിറ്റലിന്റെ വാതിക്കലുള്ള കടയിൽ കയറി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. സുനീഷിന്റെ കൂട്ടുകാരന്റെ പരിചയത്തിലുള്ള ഒരു കടയായിരുന്നു അത്. കണ്ണന്റെ കാറ് പോകുന്നത് മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു. എത്ര വലിയ ആവശ്യത്തിന് പോയാലും കണ്ണൻ തിരികെ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. നേരം 4 മണിയോടടുത്തു. ഒരു വിവരവുമില്ല. രാജിയും സുമേഷുമൊക്കെ എത്തിയിട്ടുണ്ട്. മരണ വീട്ടിലെ പോലെയുള്ള അവസ്ഥയിലാണ് അവിടെ എല്ലാവരും. കല്ലുവാണെങ്കിൽ പച്ചവെള്ളം പോലും ഇതുവരെയായിട്ടും കുടിച്ചിട്ടില്ല. അതാണവൾ എല്ലാവർക്കും ഏറെ വിഷമം. കരഞ്ഞു തളർന്ന് അകത്തെ മുറിയിലെ കസേരയിലിരിക്കുകയാണവൾ. 5 മണി വരെ നോക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാമെന്നാണ് സുമേഷൊക്കെ പറയുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് പോയതാണെങ്കിലോ എന്നോർത്ത് ഇക്കാര്യം അയൽവക്കത്ത് ആരോടും പറഞ്ഞിരുന്നില്ല. നേരം 5:30 കഴിഞ്ഞു. സുമേഷേട്ടാ, നമുക്കെങ്കിൽ സ്റ്റേഷനിൽ വരെ ഒന്ന് പോകാമല്ലേ? സുനീഷാണ്. ഒന്ന് പോയി നോക്കാം, ഇത്ര നേരം ആയില്ലേ? അവനും അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവർ രണ്ടാളും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിത് എവിടെയാണോ? ഇതെന്തൊക്കെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ ഉണ്ടായത്? ശോഭ അലമുറയിട്ട് കരയുകയാണ്. കല്ലു അപ്പോഴേക്കും തളർന്നു വീണിരുന്നു. ആരൊക്കെ പറഞ്ഞിട്ടും ഒരല്പം വെള്ളം പോലും കുടിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. എൻ്റെ ഏട്ടൻ വന്നിട്ട് മാത്രമേ ഞാൻ ഇനി ഒരു വറ്റ് ചോറ് പോലും കഴിക്കുമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികളെപ്പോലെ വാശി പിടിച്ചു. വയറ്റിലൊരു കുഞ്ഞുള്ളതാണെന്ന് പോലും എല്ലാവരും പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കുന്നില്ല. മേശമേൽ മുഖം പൂഴ്ത്തി കിടക്കുകയാണവൾ. രാജിയാണെങ്കിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അറിവ് തൻ്റെ കൂടപ്പിറപ്പിനെക്കുറിച്ച് ലഭിക്കാൻ. എന്നാലും ഏട്ടനിത് എവിടെ പോയി? ഒരു ഊഹവും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് ശ്രീകുട്ടി. പരാതി നേരത്തെ കൊടുക്കേണ്ടതായിരുന്നുവെന്ന് അവൾ ഓർത്തു. ഫോൺ വിളിച്ച ടവർ ലൊക്കേഷൻ നോക്കാമായിരുന്നു. പക്ഷെ ഏട്ടൻ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരെല്ലാവരും. മോളെ ശ്രീകുട്ടി, അച്ഛനാണ്. എന്താ അച്ഛാ? എങ്ങനെയെങ്കിലും ആ കല്ലൂനെ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്ക്, ഒരു കുഞ്ഞുള്ളതല്ലേ. അവൾ വല്ലാത്ത വാശിയിലാണ്. ഒരുപാട് ഞാനും അമ്മയും ഒക്കെ പറഞ്ഞതാണ്. ഞാനൊന്ന് ചെല്ലട്ടെ അച്ഛ. അവൾ കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. കല്ലു, ദയവ് ചെയ്ത് നീ എന്തെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും മോളെ. എൻ്റെ ഏട്ടൻ വന്നോ? വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിക്കും. ഇപ്പം എന്നെ ആരും നിർബന്ധിക്കണ്ട. കല്ലുവിൻ്റെ ശബ്ദം വിറച്ചു. ഏട്ടൻ ഉടനെ വരും, നീ കരയാതെ എഴുന്നേക്ക്. അപ്പോഴേക്കും രാജി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നു. ഇതാ, ഈ ചായയെങ്കിലും കുടിക്ക് കല്ലു. അവളത് നീട്ടിയെങ്കിലും കല്ലു അത് മേടിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എൻ്റെ കണ്ണേട്ടൻ ഇവിടെ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല, കുടിക്കേയില്ല. അത് സത്യമാണ്. എൻ്റെ മഹാദേവനാണ് സത്യം. വീറോടെ പറയുന്നവളെ നോക്കിയിരിക്കുകയാണ് രാജി ശ്രീകുട്ടിയും. അവരും അവളുടെ മുൻപിൽ നിസ്സഹായരായി നിന്നു. എന്നോട് ദേഷ്യം തോന്നില്ല ശ്രീകുട്ടി. ഏട്ടൻ വരാതെ, ഏട്ടനെ കാണാതെ എനിക്കൊന്നിനും കഴിയില്ല. അതുകൊണ്ടാണ്. പ്ലീസ്. തങ്ങളുടെ മുമ്പിലിരുന്ന് കരയുന്ന കല്ലുവിനെ ആശ്വസിക്കാൻ പോലും ആകാതെ ആ സഹോദരിമാരും കരഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയവർ വേഗം തിരിച്ചെത്തിയപ്പോൾ രാജിയും ശോഭയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. നിങ്ങളവിടെ വരെ ചെന്നില്ലേ? ഇല്ല, അവനിപ്പോൾ വരും, സുനീഷ് മെല്ലെ പറഞ്ഞു. എന്താ എന്താ എൻ്റെ മോന് പറ്റിയത്? ശോഭയുടെ നിലവിളി കേട്ടതും കല്ലുവും മുറിയിൽ നിന്നിറങ്ങി വേഗം വെളിയിലേക്ക് വന്നു. സുനീഷേ, മോനെ, ആരാ നിങ്ങളോട് പറഞ്ഞത് അവനിപ്പോൾ വരുമെന്ന്? രാജി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടി വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടത്. വണ്ടിയിൽ നിന്ന് കണ്ണൻ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും ഒരുപോലെ നിലവിളിച്ചു. അലറി വിളിച്ചുകൊണ്ട് ശോഭ ഓടിപ്പോയി മകനെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ വട്ടത്തിൽ വലിയൊരു കെട്ടുണ്ട്. അതുപോലെ തന്നെ വലത് കൈയിലും കാലിലുമൊക്കെ എന്തൊക്കെയോ മുറിവ് പറ്റിയിരിക്കുന്നു. ഇതെന്നതാടാ ഈ കാണുന്നത്? നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി.
നിറഞ്ഞ മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ അവൻ കണ്ടു. അവളുടെ തോളിലൊന്ന് തട്ടിയിട്ട് അവൻ കസേരയിലേക്കിരുന്നു. മോനെ, എന്താച്ചാ ഇതെന്താടാ ഈ കാണുന്നത്? നീ എവിടെയായിരുന്നു മക്കളെ? അയാൾ വന്ന് മകൻ്റെ അടുത്തിരുന്നു. സുമേഷും സുനീഷും ഒക്കെയുണ്ട് അവൻ്റെ അടുത്ത് തന്നെ. കല്ലുവാണെങ്കിൽ എല്ലാം കണ്ട് ശ്വാസം നിലച്ച പോലെയാണ് നിൽക്കുന്നത്. ഏട്ടാ, എന്തെങ്കിലും ഒന്ന് പറയും. ഞങ്ങളെല്ലാവരും എന്തുമാത്രം വിഷമിച്ചോന്നോ? ശ്രീകുട്ടി അവൻ്റെ അടുത്ത് വന്ന് കസേരയ്ക്കരികിലായി മുട്ടുകുത്തിയിരുന്നു. അങ്ങനെ പറയാൻ തക്കവണ്ണം ഒന്നും ഇല്ലടി. അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറി. പിന്നെ എന്താണ് ഈ കാണുന്നത്? നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? അതച്ഛ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്. ആർക്ക്? എല്ലാവരിലും ആകാംക്ഷയായി. നമ്മുടെ പാപ്പച്ചിയുടെ പാറമടയിൽ നിന്നാണ് ഞങ്ങൾ കല്ലടിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് പാർട്ടിക്കാർ വന്നു. അവർക്ക് ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പാപ്പച്ചി കാശ് കൊടുത്തതുമാണ്. പക്ഷെ അവർക്കത് പോരാ. ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കായി. അന്നാണെങ്കിൽ എനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുകൊണ്ട് അലോഷിയായിരുന്നു എൻ്റെ വണ്ടിയായിട്ട് പോയത്. അവനാണെങ്കിൽ പാർട്ടിക്കരി പിള്ളേരുമായിട്ട് അടിയുണ്ടാക്കി. പാപ്പച്ചിയുടെ കുറച്ച് ചിങ്കിടികളും കൂടി. പൊരിഞ്ഞ അടി. ആ പിള്ളേർക്കിട്ടങ്ങ് പെരുമാറി. ഇന്നലെയാണെങ്കിൽ പാർട്ടിക്കാരുടെ ആളുകൾ വന്ന് എൻ്റെ ടിപ്പർ നോക്കി വെച്ചു. എന്നിട്ട് കവലയിൽ പോയി അന്വേഷിച്ചു. എൻ്റെ നമ്പരൊക്കെ ഓട്ടോ ഓടിക്കുന്ന മഹേഷിനോട് ചോദിച്ചു. എൻ്റെ ഭഗവാനെ, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ശോഭ നെഞ്ചത്ത് കൈവച്ചിരുന്ന് കരയുകയാണ്. രാജി അവളുടെ തോളി പിടിച്ച് സമാധാനിപ്പിക്കുന്നുമുണ്ട്. കല്ലു ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒരു വണ്ടി ഫോളോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അത്രയും കാര്യമാക്കിയില്ല. ആ വണ്ടിയും ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ ആരെങ്കിലും മരുന്ന് മേടിക്കാൻ വന്നതാവുമെന്നാണ് ഞാൻ കരുതിയത്. കല്ലു സ്കാനിങ്ങിന് കയറിയ സമയത്ത് രണ്ടുപേര് എൻ്റെ അടുത്ത് വന്നിട്ട് പേര് ചോദിച്ചു. ടിപ്പർ ഓടിക്കുന്ന കണ്ണനല്ലേ? തന്നെ എനിക്കറിയാം. കൈനടിക്കവലയിൽ ഓട്ടോ ഓടിക്കുന്ന മഹേഷിൻ്റെ അളിയനാണെന്ന്. ഞാനപ്പോൾ അങ്ങ് വിശ്വസിച്ചു. അതിലൊരുവൻ്റെ പെങ്ങളുടെ ഭർത്താവ് ആക്സിഡൻ്റായി. ഇവിടെ എടുത്തില്ല, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവരെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവിടാമോ എന്ന്. പെട്ടെന്ന് ഞാൻ ഒന്നും ആലോചിച്ചില്ല. അവരെയായിട്ട് വണ്ടി കയറി. 2 കിലോമീറ്ററല്ലേ ഉള്ളൂ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്. അതുകൊണ്ട് ഞാൻ ഓർത്തു കല്ലു ഇറങ്ങുമ്പോൾ എത്താമെന്ന്. അങ്ങനെ പോയതായിരുന്നു. ഇടയ്ക്ക് വെച്ച് അതിലൊരുത്തൻ കത്തിയെടുത്ത് എൻ്റെ കഴുത്തിലേക്ക് ചേർത്തു. പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥ. ഇവന്മാർ 2 പേരായിരുന്നല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ നാവ് കുഴഞ്ഞു. ആകെ ക്ഷീണിതനായിരുന്നു കണ്ണൻ. രാജി കുറച്ച് വെള്ളം താടി. അവൾ വേഗം അകത്തേക്കോടി. വെള്ളം കുടിച്ചു കഴിഞ്ഞതും കണ്ണനോട് പോയി കിടക്കാൻ എല്ലാവരും പറഞ്ഞു. അവനാണെങ്കിൽ വല്ലാത്ത തളർച്ചയും ഉണ്ടായിരുന്നു. അവൻ മുറിയിലേക്ക് പോയി. കല്ലുവാണെങ്കിൽ നിന്നിടത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈശ്വരായി കേൾക്കുന്നത്? എൻ്റെ കണ്ണേട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും. അവളുടെ കൈ അറിയാതെ വയറിന്മേൽ തഴുകി. അവന്മാരുടെ ആളുകളൊക്കെ ചേർന്ന് കണ്ണനെ തല്ലിയത്. കുറച്ചു കഴിഞ്ഞ് പാറമടിയിൽ വെച്ച് വഴക്കുണ്ടാക്കിയ ആ പിള്ളേര് വന്നു. അവരാണ് പറഞ്ഞത് കണ്ണനല്ല അവരെ അടിച്ചത്, ഇതാള് മാറിപ്പോയെന്ന്. സുമേഷാണ് അതെല്ലാം പറയുന്നത്. അവന്മാരിട്ടിട്ട് വേഗം പോയിക്കളഞ്ഞു. പിന്നെ ആരൊക്കെയോ ചേർന്ന് കണ്ണനെ ജില്ലാശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അവൻ്റെ ഫോൺ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്കാരെയും വിളിക്കാൻ പറ്റിയില്ല. പിന്നെ പോലീസ് വരണമായിരുന്നു. അവരെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. അതുവരെ കണ്ണൻ അത്യാഹിത വിഭാഗത്തിലായിരുന്നു. ആരെയും ഫോൺ വിളിക്കാനൊന്നും അവർ സമ്മതിച്ചില്ല. പോലീസ് വന്നു കഴിഞ്ഞ് സത്യാവസ്ഥയെല്ലാം ഇവൻ പറഞ്ഞ ശേഷമാണ് അവർ ഫോൺ വിളിക്കാൻ സമ്മതിച്ചേ. ഹോസ്പിറ്റലിലുള്ളവർ ഓർത്തത് ഇവനേതോ ക്രിമിനലാണെന്നാണ്. കൂടെ ആരും ഇല്ലായിരുന്നു താനും. സുമേഷ് പറഞ്ഞു നിർത്തി. എല്ലാവരും അത് കേട്ട് കരയുകയായിരുന്നു. എൻ്റെ ഈശ്വര, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇന്നുവരെ ഒരു മനുഷ്യരോട് പോലും മുഖം കറുത്തൊരു വാക്കുപോലും പറയാത്ത എൻ്റെ കുഞ്ഞ്, അവൻ ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. ശോഭയാണെങ്കിൽ അലമുറയിട്ട് കരയുകയാണ്. അമ്മേ, ഒന്ന് സമാധാനപ്പെട്, ഏട്ടൻ ഇങ്ങ് എത്തിയല്ലോ. രാജിയും ശ്രീകുട്ടിയും ഒക്കെ
അമ്മയോട് ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. രാജനാണെങ്കിൽ നെഞ്ചമർത്തി തിരുമ്മിയിരിക്കുകയാണ് അപ്പോഴും. കല്ലു, ശ്രീകുട്ടി വിളിച്ചപ്പോൾ കല്ലു അവളെ നോക്കി. കരയാതെ ഇവിടെ വന്നിരിക്ക്. നീ ഇങ്ങനെ വിഷമിച്ചാൽ വയറ്റിക്കിടക്കുന്ന കുഞ്ഞുവാവ കൂടി സങ്കടപ്പെടും. ഇങ്ങോട്ട് വന്നേ നീ. ശ്രീകുട്ടി അവളെ പിടിച്ചുകൊണ്ടുവന്ന് കസേരയിലിരുത്തി. വിഷമിക്കണ്ട മോളെ, അവനൊന്നും പറ്റിയില്ലല്ലോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അങ്ങനൊന്നും നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ശോഭ അവളെ ആശ്വസിപ്പിച്ചു. അതേ കല്ലു, നമ്മുടെ സമയദോഷമൊക്കെ മാറിയെന്ന് കരുതിയാൽ മതി. സുമേഷാണെങ്കിൽ കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. ഉറങ്ങുകയല്ലെന്ന് അവന് മനസ്സിലായി. കണ്ണ, അവൻ പതിയെ അവൻ്റെ കൈത്തണ്ടയിൽ തൊട്ടു. പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു. എടാ, ഞാനാണ്. കണ്ണൻ പതിയെ എഴുന്നേക്കാൻ ശ്രമിച്ചു. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഏയ്, കുഴപ്പമൊന്നുമില്ല. വേദനയൊക്കെ കുറഞ്ഞോളും. ഒന്ന് പോയി നോക്കിയാലോ? വേണ്ടളിയ, മരുന്നൊക്കെ ഉണ്ടല്ലോ. അവൻ ഇടത് കൈ കൊണ്ട് തൻ്റെ വലത് കൈയിൽ വിരലൊടിച്ചു. കൈക്ക് പൊട്ടലല്ലേ ഉള്ളൂ? അത് കണ്ട് സുനീഷ് ചോദിച്ചു. അതെ. എന്തോ കഷ്ടകാലമായിരുന്നു. ഒക്കെ മാറിയെന്ന് കരുതിയാൽ മതി, അവൻ പറഞ്ഞു. അതിനും മറുപടിയായി കണ്ണൻ ഒന്നും മോളി. കല്ലുവാണെങ്കിൽ 2 തവണ വാതിക്ക വന്ന് നോക്കിയപ്പോഴും സുനീഷ് ഉണ്ടായിരുന്നു അവൻ്റെ അരികിൽ. അതുകൊണ്ട് അവൾ തിരിച്ചടുക്കളയിലേക്ക് പോന്നു. പലരും അറിഞ്ഞു കേട്ടവരുടെ വീട്ടിലേക്ക് വന്നു. അതല്ലേലും അങ്ങനെ ആണല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടായാൽ നാട്ടുകാരറിയാൻ അധിക സമയം വേണ്ടല്ലോ. വന്നവരോടൊക്കെ സമാധാനം പറയുന്നത് സുമേഷും ശോഭയും രാജിയും ഒക്കെയാണ്. കാര്യമായ പ്രശ്നം ഒന്നും ഉണ്ടായില്ലെന്നാണ് അവർ അയൽവീട്ടുകാരോടൊക്കെ പറഞ്ഞത്. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ആയുർവേദത്തിൽ കാണിക്കാൻ മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സുമേഷ് അവരുടെയൊക്കെ ഇടയിൽ നിന്നു. കണ്ണനപ്പോൾ മെല്ലെ മയങ്ങുകയാണ്. വേദന കുറയാനുള്ള മരുന്ന് കഴിച്ചതുകൊണ്ടാവും. അവൻ്റെ അരികിലൊന്നിരിക്കാനും ആ നെഞ്ചിലേക്കൊന്ന് തൻ്റെ മുഖം ചേർത്ത് വയ്ക്കാനും ആ കൈവിരലെടുത്ത് തൻ്റെ കുഞ്ഞുവാവയെ ഒന്ന് തഴുകാനുമൊക്കെ കല്ലുവിൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു. ഏകദേശം 8 മണിയായി കാണുന്ന സമയം. അപ്പോഴാണ് ഒരു കാർ വന്ന് വീടിൻ്റെ മുൻവശത്തെ ടാറിട്ട റോഡിൽ വന്ന് നിർത്തിയത്. ഇനി ഇതാരാണെന്നറിയാനായി രാജൻ ഉമ്മറത്തെ കസേരയിലിരുന്ന് എത്തി നോക്കി. കണ്ണൻ്റെ മുതലാളിയും ഭാര്യയും. അവർ കയറി വന്നപ്പോൾ ശോഭയും രാജനും ഒക്കെ ചേർന്ന് അവരെ വിളിച്ചകത്തേക്കിരുത്തി. സുമേഷ് പോയി കണ്ണനെ വിളിച്ചു. അവനാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കൊണ്ടാവും കിടന്നുറങ്ങിപ്പോയിരുന്നു. കണ്ണൻ മെല്ലെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ജോണി ചേട്ടാ. കണ്ണ, എങ്ങനെയുണ്ടിപ്പോൾ? ഏയ്, കുഴപ്പമില്ല ഏട്ടാ. ഞാൻ കുറച്ച് മുന്നേ വന്നത്. എറണാകുളം വരെ പോയതായിരുന്നു. അതൊന്നും സാരമില്ല. വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. വെറുതെ ചേച്ചിയും കൂടി. അവൻ അവരെ നോക്കി പറഞ്ഞു. തുടരും.